കോഴിക്കോട് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് 4ാം ക്ലാസ്സുകാരി മരിച്ച സംഭവത്തിൽ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പുഴകൾ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ, തോടുകൾ എന്നിവയിൽ നിന്നും കുളിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. കുട്ടിക്ക് രോഗം പകർന്നതായി സംശയിക്കുന്ന കുളത്തിൽ കുളിച്ച മറ്റുള്ളവരുടെ വിവരവും ആരോഗ്യ പ്രവർത്തകർ ശേഖരിച്ചു വരികയാണ്. വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ് സജീവമായി രംഗത്ത് ഉണ്ട്. എന്താണ് ഇപ്പോൾ ഈ കുട്ടിയുമായി ബന്ധമുള്ളവരുടെ ആരോഗ്യസ്ഥിതി? എന്തൊക്കെയാണ് മറ്റ് നിർദ്ദേശങ്ങൾ? രാഖി, താമരശ്ശേരിയിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് 4 വയസ്സുകാരി മരിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഈ പ്രദേശത്തുള്ള കർശന നിർദ്ദേശവുമായി ആരോഗ്യ പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് താമരശ്ശേരിയിലാണ് ഈ കുട്ടി താമസിച്ചിരുന്നത്. കുട്ടിയുടെ വീട് ആ താമരശ്ശേരി ഭാഗത്തുള്ള കുളത്തിലാണ് ഈ കുട്ടിയും ഈ കുട്ടിക്കൊപ്പം കുട്ടിയുടെ സഹോദരിയും ഒക്കെ തന്നെ കുളിച്ചത്. ഈ കുളത്തിൽ നിന്നാണ് കുട്ടിക്ക് രോഗം പിടിപെട്ടത് എന്നാണ് പ്രാഥമികമായ നിഗമനം. ആരോഗ്യ പ്രവർത്തകർ ഈ കുളത്തിലെത്തുകയും ഈ കുളത്തിൽ നിന്ന് വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, താമരശ്ശേരി ഭാഗത്തുള്ള തോട്, പുഴ, കുളങ്ങൾ എന്നിവയിലൊന്നും തന്നെ ആളുകൾ ഇറങ്ങുകയോ കുളിക്കുകയോ ചെയ്യരുത് എന്നൊരു കർശന നിർദ്ദേശം കൂടി ആരോഗ്യ പ്രവർത്തകർ നൽകുന്നുണ്ട്. മറ്റൊന്ന്, ഈ കുട്ടിക്കൊപ്പം അന്നത്തെ ദിവസം ഈ കുളത്തിൽ കുളിച്ചവരുടെ വിവരങ്ങൾ കൂടി ആരോഗ്യവകുപ്പ് തേടിയിട്ടുണ്ട്. അവർക്ക് നിലവിൽ ഇത്തരത്തിൽ ആർക്കും തന്നെ പനിയോ മറ്റ് ശാരീരിക അസ്വസ്ഥതകളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അത് പിടിപെടാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. രാഖി, ശരി അനഘ. മസ്തിഷ്ക ജ്വരം പിടിപെട്ട് 4ാം ക്ലാസ്സുകാരി മരിച്ച സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ആരോഗ്യവകുപ്പ്. കുട്ടിക്ക് രോഗം പകർന്നതായി സംശയിക്കുന്ന കുളത്തിൽ കുളിച്ച മറ്റുള്ളവരുടെ വിവരങ്ങളൊക്കെ തന്നെ ആരോഗ്യ വകുപ്പ് ശേഖരിച്ച് വരികയാണ്. അനഘ ഹർഷനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.